ഹായ് ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു മാർക്കറ്റ് വേവ്സ്. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് എന്നീ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിയപ്പെട്ടവരെ, ഏതാണ്ട് രണ്ടാഴ്ചയായി നമ്മളുടെ ഇത്തരത്തിലുള്ള ഒരു അനലൈസേഷൻ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. സെബിയുടെ പുതിയ സർക്കുലർ പ്രകാരം ഒരു സെബി രജിസ്റ്റേർഡ് അല്ലാത്ത വ്യക്തി ഇത്തരം അനലൈസേഷൻസ് യൂട്യൂബിൽ പബ്ലിഷ് ചെയ്യുന്നത് അനുവദനീയമാണോ എന്ന ഒരു സന്ദേഹം നിലനിന്നതിനാൽ ആയിരുന്നു അത്തരത്തിൽ ചെയ്യാതിരുന്നത്. എന്നാൽ സർക്കുലർ പരിശോധിക്കുമ്പോൾ ഇൻഡെക്സുകളുടെ ഇത്തരത്തിലുള്ള സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് രേഖപ്പെടുത്തുന്നതിൽ തെറ്റില്ല എന്ന ഒരു അനുമാനത്തിലാണ് ഞാൻ എത്തിയിട്ടുള്ളത്. ഇന്നു മുതൽ നമ്മൾ വീണ്ടും നാളത്തേക്കുള്ള നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ പബ്ലിഷ് ചെയ്തു തുടങ്ങുകയാണ്. ഏതാണ്ട് 10-16 വർഷത്തിലധികമായി ഈ മേഖലയിൽ പ്രവർത്തിച്ചതിൽ നിന്നും എനിക്ക് ലഭിച്ച അറിവ്, അനുഭവങ്ങളിൽ നിന്ന് ലഭിച്ച അറിവ് ഉപയോഗിച്ച് 14 വർഷത്തിലധികമായി ഞാൻ എല്ലാ ദിവസവും മാർക്കറ്റ് അവറിന് ശേഷം പിറ്റേ ദിവസത്തേക്ക് വേണ്ടി തയ്യാർ ചെയ്തു പോന്നിരുന്ന ട്രേഡിംഗ് പ്ലാനാണ് ഇത്. പോകെ എൻ്റെ അറിവിൽ നിന്നും, അല്ലെങ്കിൽ ഞാൻ നിരന്തരം അങ്ങനെ ചെയ്തു വന്നതിൽ നിന്നും അവയുടെ കൃത്യത കൂടി വന്നു. ഇന്ന് ഞാനിത് ഈ ലെവലുകൾ രേഖപ്പെടുത്തുന്നതിന് എന്നെ സംബന്ധിച്ച് വ്യക്തമായ കാര്യകാരണങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പരിശോധിക്കുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും, ഒരു 80-90% ക്ലാരിറ്റി, കൃത്യത നമ്മൾ പബ്ലിഷ് ചെയ്യുന്ന ലെവലുകൾക്കുണ്ട് ഉണ്ട് എന്ന്. സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസുകൾക്ക് ഒരു കൃത്യതയുണ്ടെന്ന്. എന്നാൽ പല ദിവസങ്ങളിലും അത് 100% കൃത്യത തന്നെയാണ് നൽകുന്നതെന്നും നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. നമ്മളുടെ വീഡിയോ അപ്ലോഡ് ചെയ്യാതിരുന്നപ്പോൾ നിങ്ങളിൽ ഒട്ടനവധി പേർ എന്നെ വാട്സപ്പിലൂടെ കോൺടാക്ട് ചെയ്തിരുന്നു. വളരെ ഗുണകരമായിരുന്നു, ദയവായി പബ്ലിഷ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. എല്ലാവരും അത്തരത്തിൽ സപ്പോർട്ട് നൽകിയ എല്ലാവരോടും നിറഞ്ഞ സ്നേഹം അറിയിക്കുകയാണ്. ഇത് ഒരു കാരണവശാലും ഒരു ബൈ സെല്ല് റെക്കമെൻഡേഷൻ അല്ല, മറിച്ച് നിങ്ങൾക്ക് ഇത് പഠിക്കാൻ ഗുണകരമാകുമെങ്കിൽ, എങ്ങനെയാണ് ഞാനിത് രേഖപ്പെടുത്തുന്നതെന്ന് പഠിക്കാൻ നിങ്ങൾക്കും സാധ്യമാകുമെങ്കിൽ അത് നടക്കട്ടെ എന്ന ഒരു ചിന്ത മാത്രമേ ഇതിന് പിന്നിലുള്ളൂ. നമ്മളുടെ ചാനൽ തുടങ്ങുമ്പോൾ ഞാൻ ആദ്യകാലങ്ങളിൽ പറഞ്ഞിരുന്നു, ഒരു 3 മാസം തുടർച്ചയായി നമ്മളുടെ ചാനൽ കാണുന്ന ഏതൊരു വ്യക്തിയും ട്രേഡിംഗ് പഠിക്കുമെന്ന്. അഥവാ ഒരു മാസമെങ്കിലും നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങളുടെ ട്രേഡിംഗ് രീതി മെച്ചപ്പെടുമെന്ന് പറഞ്ഞിരുന്നു. അത്തരത്തിൽ സ്ഥിരമായി നമ്മളെ ഫോളോ ചെയ്ത, ഇപ്പോൾ ഒരു 1.5 വർഷ കാലത്തോളമായി നമ്മുടെ ഡെയിലി ട്രേഡിംഗ് പ്ലാൻ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അതിനെ നിരന്തരം ഫോളോ ചെയ്തിരുന്ന ഒട്ടനവധി വ്യക്തികൾ അവരുടെ ട്രേഡിംഗ് സ്റ്റൈലിലേ മാറി അവർക്ക് കൃത്യമായി ട്രേഡ് ചെയ്യാൻ കഴിയുന്നുണ്ട്. അവരത് പലരും എനിക്ക് വാട്സപ്പിലൂടെ അവരുടെ ഹാൻഡിലുകളും ശബ്ദ സന്ദേശങ്ങളും നൽകാറുണ്ട്. എന്നാൽ എന്നെ സമീപിച്ച് എന്നിൽ നിന്നും വ്യക്തമായി ഈ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ചെടുത്തവരുടെ ഹാൻഡിലും അവരുടെ ശബ്ദ സന്ദേശങ്ങളും മാത്രമാണ് മാർക്കറ്റ് വേവ്സിന് ആകെയുള്ള ഒരു പബ്ലിക് ടെലഗ്രാം ചാനൽ എന്ന ചാനലിൽ പബ്ലിഷ് ചെയ്തു പോരുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ നൽകിയ പിന്തുണ തുടർന്ന് അങ്ങോട്ട് ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നാളേക്ക് വേണ്ടിയിട്ടുള്ള 17/2/2025 തിങ്കളാഴ്ചത്തേക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ എന്തായിരിക്കാം എന്ന് പരിശോധിക്കാം. 22,878 എന്ന ലെവലാണ് നിഫ്റ്റിയിൽ ആദ്യമായി ലഭിക്കാവുന്ന ഒരു സപ്പോർട്ട് ലെവൽ എന്ന രീതിക്ക് ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിന് തൊട്ട് താഴെയായി 22,833 എന്ന ഒരു മൈനർ സപ്പോർട്ടും രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ 23,101 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന ഒരു പ്രധാന റെസിസ്റ്റൻസ് ലെവലായി ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് നാളെ ലഭിക്കുന്നതെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകിയാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ, അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് മുകളിൽ 23,101 എന്ന ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അത്തരത്തിലൊരു ക്ലോസിംഗ് ലഭിക്കുകയാണെങ്കിൽ വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതെ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ വീണ്ടും പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ വീണ്ടും ബൈ ചെയ്യും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും പ്രൈസ് അപ്വേർഡ് ഡയറക്ഷനിൽ സഞ്ചരിച്ചേക്കാം എന്നാണ് കണക്കാക്കുക. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 23,162, 211, 235, 266, 301 എന്നിങ്ങനെ ആണ് ആ ലെവലുകൾ ഇവിടെ നിങ്ങൾക്ക് കാണാമെന്നാണ് കരുതുന്നത്. എന്നാൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്യുകയാണെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ, അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള ഒരു റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് താഴെ ഒരു 5 മിനിറ്റ്, അതായത് 22,794 എന്ന ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അതിനുശേഷം വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ്
അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോയാണ്. എന്നാൽ അതിന് താഴോട്ട് കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയ ലോയ്ക്ക് താഴോട്ട് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും പ്രൈസ് വീക്ക് ആയേക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തിയവ. 22,730, 668, 641, 585 എന്നിങ്ങനെയുള്ള ലെവലുകളാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇതാണ് ഞാൻ എൻ്റെ ആവശ്യത്തിലേക്ക് നിഫ്റ്റി ട്രേഡ് ചെയ്യാൻ തിങ്കളാഴ്ചത്തേക്ക് തയ്യാറാക്കിയിട്ടുള്ള പ്ലാൻ. ഇത് നിങ്ങൾക്കും പ്രയോജനപ്പെടുത്താം. പഠിക്കാനായിട്ട് ഞാൻ ഇതൊരു റെക്കമെൻഡേഷൻ നൽകുന്നതല്ല, എന്നാൽ എൻ്റെ ട്രേഡിംഗ് പ്ലാൻ എന്താണ് എന്നാണ് വിശദീകരിക്കുന്നത്. പ്ലാൻ യുവർ ട്രേഡ് ആൻഡ് ട്രേഡ് യുവർ പ്ലാൻ എന്നാണ് പണ്ട് മുതലേ കേട്ട് കഴിവിയുള്ളത്. അങ്ങനെയാണ് പ്രശസ്തരായ പല മുൻകാല ട്രേഡേഴ്സും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതാണ് എനിക്കും ഇത്തരത്തിലുള്ള ഒരു പ്ലാൻ തയ്യാറാക്കാനുള്ള പ്രചോദനം നൽകിയത്. ആ തരത്തിൽ നിങ്ങളും ഒരു ട്രേഡിംഗ് പ്ലാൻ തയ്യാറാക്കുന്നത് വളരെ ഉചിതമായിരിക്കും. അങ്ങനെ തയ്യാറാക്കുമ്പോൾ നിങ്ങൾ തയ്യാറാക്കുന്ന പ്ലാൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു, ഈ പ്ലാനുകൾ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് കമ്പയർ ചെയ്ത് എൻ്റെ ചാനലിനെ ഫോളോ ചെയ്യുന്നവർക്കും പഠിക്കാൻ വേണ്ടി മാത്രമാണ് ഈ പ്ലാൻ ഞാനിവിടെ പബ്ലിഷ് ചെയ്യുന്നത്. സാധാരണയായി ഇത്തരത്തിലുള്ള ഒരു പ്ലാൻ പബ്ലിഷ് ചെയ്തതിന് ശേഷം പിറ്റേ ദിവസത്തേക്കുള്ള പ്ലാൻ തയ്യാറാക്കി പബ്ലിഷ് ചെയ്യുമ്പോൾ അതാത് ദിവസം നിഫ്റ്റിയിൽ നമ്മുടെ പ്ലാൻ ഉപയോഗിച്ച് എങ്ങനെ ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞിരുന്നു എന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട്. എന്നാൽ പോയ കുറേ ദിവസങ്ങളായി നമ്മളുടെ വീഡിയോ പബ്ലിഷ് ചെയ്യാതിരുന്നതുകൊണ്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച നിഫ്റ്റി എങ്ങനെ ട്രേഡ് ചെയ്യാൻ സാധിച്ചു എന്നുള്ള ഒരു വിശദീകരണം ഞാൻ ഇന്ന് നൽകുന്നില്ല. നാളെ വീഡിയോ പബ്ലിഷ് ചെയ്യുമ്പോൾ തിങ്കളാഴ്ചത്തെ മൂവിനനുസരിച്ച് എങ്ങനെയാണ് നമ്മുടെ പ്ലാൻ ഉപയോഗിച്ച് ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞിരുന്നത് എന്ന് വിശദീകരിക്കുന്നതാണ്. 48,910 എന്ന ലെവലാണ് ബാങ്ക് നിഫ്റ്റിയിൽ ആദ്യമായി ലഭിക്കാവുന്ന ഒരു സപ്പോർട്ട് എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ 48,801 എന്ന മൈനർ സപ്പോർട്ടാണ് അതിന് തൊട്ട് താഴെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ 49,522, 49,668 എന്നിങ്ങനെയുള്ള ലെവലുകളാണ് ആദ്യമായി ലഭിക്കാവുന്ന റെസിസ്റ്റൻസുകളായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ അവയിൽ പ്രധാന റെസിസ്റ്റൻസായി 49,668 നിലനിന്നേക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയാണെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യാം. ആദ്യം ലഭിക്കേണ്ട ടാർഗറ്റ് ഈ ലെവൽ തന്നെയാണ്, 49,522 എന്ന ലെവലാണ്. അതിന് മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ വീണ്ടും ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുന്നെങ്കിൽ വീണ്ടും പ്രൈസ് അപ്വേർഡ് സഞ്ചരിച്ചേക്കാമെന്നാണ് കണക്കാക്കേണ്ടത്. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തി കാണുന്നവ. അവ 49,759, 849, 953, 50,050 എന്നിങ്ങനെയാണ് ഈ ലെവലുകൾ ഇവിടെ രേഖപ്പെടുത്തിയവ നിങ്ങൾക്ക് കാണാമെന്ന് കരുതുന്നു. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ ഒരു സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് വന്നാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള ഒരു റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാം. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയ ഈ ലോയ്ക്ക് താഴെ 48,717 എന്ന ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. ആ തരത്തിൽ ഒരു ക്ലോസിംഗ് ലഭിച്ചാൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് സ്റ്റോപ്പ് ലോസ്. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ തന്നെയാണ്. എന്നാൽ അതിന് താഴോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുന്നു എന്ന് വന്നാൽ വീണ്ടും പ്രൈസ് ഡൗൺ സൈഡിലേക്ക് സഞ്ചരിച്ചേക്കാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തി കാണുന്നവ. അവ 48,635, 447, 318, 48,139 എന്നിങ്ങനെയാണ്. ഇവ കാണാമെന്നാണ് കരുതുന്നത്. 75,764 എന്ന ലെവലാണ് സെൻസെക്സിൽ ആദ്യമായി ലഭിക്കാവുന്ന പ്രധാന സപ്പോർട്ട് എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. തൊട്ട് താഴെ 76,645 എന്ന മൈനർ സപ്പോർട്ടും രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ 76,407 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന ഒരു പ്രധാന റെസിസ്റ്റൻസ് ലെവലായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിനു മുകളിൽ 76,682 എന്ന മറ്റൊരു മൈനർ റെസിസ്റ്റൻസും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾക്ക് പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യാം. പ്രതീക്ഷിക്കേണ്ട ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. ആ തരത്തിൽ ഒരു ക്ലോസിംഗ് ലഭിച്ചാൽ വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം വീണ്ടും അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ വീണ്ടും ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ്.
പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് പ്രൈസ് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ തുടർന്ന് പ്രൈസ് വീണ്ടും അപ്വേർഡ് ഡയറക്ഷനിൽ സഞ്ചരിച്ചേക്കാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് മുകളിൽ രേഖപ്പെടുത്തി കാണുന്നവ. അവ 76,889, 77,085, 77,289 എന്നിങ്ങനെയുള്ള ലെവലുകളാണ്. എന്നാൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷനാണ് നൽകുന്നത് എങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള ഒരു റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാം. പ്രധാനമായും നമുക്ക് ലഭിക്കേണ്ടത് കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയ ഈ ലോയ്ക്ക് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അത്തരത്തിലുള്ള ഒരു ക്ലോസിംഗ് ആണ് ലഭിക്കുന്നതെങ്കിൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ്. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ ഈ ലെവലിന് താഴോട്ട് 75,387 എന്ന ലെവലിന് താഴോട്ട് പ്രൈസ് ബ്രേക്ക് ചെയ്ത് ക്ലോസ് ആവുകയാണെങ്കിൽ തുടർന്ന് ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തി കാണുന്നവ. അവ 75,165, 75,267, 74,931, 74,748 എന്നിങ്ങനെയുള്ള ലെവലുകളാണ് ഇവ നിങ്ങൾക്ക് കാണാമെന്നാണ് കരുതുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ 3 ഇൻഡെക്സുകളുടെയും നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള തിങ്കളാഴ്ചത്തേക്ക് വേണ്ടിയിട്ടുള്ള എൻ്റെ ട്രേഡിംഗ് പ്ലാൻ. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഗുണകരമാണെങ്കിൽ നിങ്ങൾക്കും പ്രയോജനപ്പെടുത്താം, പഠനാർത്ഥം ഉപയോഗിക്കാം. എന്നാൽ പൂർണ്ണമായും ഉത്തരവാദിത്വം നിങ്ങളുടേതാണ്. ഞാൻ ഇതിന് ആരെയും പ്രേരിപ്പിക്കുകയോ ഇതിന് എന്തെങ്കിലും ഒരു റിവാർഡ് വാങ്ങുകയോ ഒന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് ഇത്തരത്തിലുള്ള എൻ്റെ ഒരു ട്രേഡിംഗ് പ്ലാൻ അപ്ലോഡ് ചെയ്യുന്നു എന്ന് മാത്രം ശ്രദ്ധാപൂർവം വിനിയോഗിക്കുക എന്ന് അഭ്യർത്ഥിക്കുന്നു. നമ്മളുടെ ട്രേഡിംഗ് പ്ലാൻ ഗുണകരമാണ് എന്ന് തിരിച്ചറിഞ്ഞ നിങ്ങൾ ഓരോരുത്തരും നൽകിയ സപ്പോർട്ടാണ് നമ്മുടെ ചാനലിനെ ഇത്രയും വളർത്തിയത്. നാളെയും നമ്മളുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണമെന്നും ലൈക്ക്, കമൻറ്റ് എന്നിവ രേഖപ്പെടുത്തിക്കണമെന്നും പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഗുണകരമാണെന്ന് നിങ്ങൾക്ക് ബോധ്യമാവുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളായ ട്രേഡേഴ്സിന് നമ്മുടെ ചാനൽ ഷെയർ ചെയ്തു കൊടുക്കുക. നല്ല ട്രേഡിംഗ് അവസരങ്ങൾ നൽകുന്ന മൂവ്മെൻറ്റ് നാളെയും എല്ലാ ഇൻഡെക്സുകളിലും ഉണ്ടാവട്ടെ. എല്ലാവർക്കും നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാൻ സാധ്യമാകട്ടെ എന്ന ആശംസയുണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക്